ഇന്ന് ഞാൻ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഞാൻ സാധാരണ പുട്ട് ഉണ്ടാക്കുമ്പോൾ ഗോതമ്പ് പൊടി ഒന്ന് വറുത്തിട്ട് വറക്കെടുക്കാറുണ്ട്. അങ്ങനെ ഞാൻ ഗോതമ്പ് പൊടി വറുത്തിട്ട് തണുക്കാൻ മാറ്റി വെച്ചു. നല്ല ചൂടുണ്ടായിരുന്നു. നനയ്ക്കണത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ബാക്കി വരുന്ന ചോറ് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ അതെടുത്ത് പുറത്ത് വയ്ക്കും. എന്നിട്ട് റൂം ടെമ്പറേച്ചറിലാവുമ്പോൾ അതിലത്തെ വെള്ളം ഫുൾ ഞാനിങ്ങനെ കളയും. അപ്പോൾ ഈ ചോറുണ്ടല്ലോ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഈ ചോറ് നമ്മൾ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കുമ്പോൾ നല്ല നല്ല പൊടിഞ്ഞ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ തണുക്കാൻ മാറ്റി വെച്ച പൊടി ഉണ്ടല്ലോ, അതിലേക്ക് ഞാനൊരു ഉപ്പൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി പിന്നെ കുറച്ച് പൊടിയും ഈ ചോറും കൂടിയിട്ട് മിക്സിയിലൊന്ന് കറക്കിയെടുത്തു. കണ്ട അപ്പോൾ ശരിക്കും നമ്മൾ പുട്ടിൻ്റെ പൊടി നനച്ച പോലെ വന്നിട്ടുണ്ട്. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ഈ ചോറ് മാത്രം മതി. ശരിക്കും പുട്ടിന് നനച്ച പോലെ കട്ട കിട്ടാണ്ട് കിട്ടി. പിന്നെ ഞാൻ കുറച്ച് ഞാൻ പുട്ടിന് തേങ്ങയുടെ എങ്ങനെയാണ് മിക്സിയിൽ ഇങ്ങനെ മുറിച്ചെടുക്കും. എന്നിട്ട് മിക്സിയിൽ പൊടിയും കൂടിയിട്ട് ഒന്ന് കറക്കിയെടുക്കും. അപ്പോൾ തേങ്ങ നല്ലപോലെ പൊടിഞ്ഞ് വന്നിട്ടുണ്ടാവും. ഇതെല്ലാം പൊടിയും കൂടിയിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യും. അപ്പോൾ പിന്നെ ഞാൻ വേറെ നാളികേരം ഇടില്ല, ഈ തേങ്ങ മാത്രമേ ഇടുള്ളൂ. ഇപ്പോൾ തേങ്ങയ്ക്ക് വില കൂടുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെയും ചെയ്യാട്ടോ. ഈ തേങ്ങയുടെ ടേസ്റ്റ് എല്ലായിടത്തേക്ക് വരികയും ചെയ്യും. എക്സ്ട്രാ തേങ്ങ ഇടുന്നവർക്ക് ഇടാം. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ടുണ്ടാക്കുന്നുള്ളൂ. എന്നിട്ട് അവസാനം ഞാൻ പൊടിക്ക് നനച്ച് കഴിയുമ്പോൾ ഒരു സ്പൂൺ പഞ്ചസാര ഇടും. ഗോതമ്പ് പൊടിയിൽ അങ്ങനെ പൊടി നനയ്ക്കുമ്പോൾ പഞ്ചസാര ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഗോതമ്പ് പുട്ടിൽ. പിന്നെ ഞാൻ എന്താ ചെയ്യുക, പിന്നെ നമ്മൾ സാധാരണ പുട്ടുപാത്രം എടുക്കണു, അതിൻ്റെ ചില്ല് കാണാനില്ല. അപ്പോൾ നമ്മൾ മുറുക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ചില്ലുണ്ടല്ലോ, അതിട്ടിട്ടാണ് ഉണ്ടാക്കണേ. ഗോതമ്പ് പൊടിക്ക് പുട്ടുണ്ടാക്കുമ്പോഴേ നമ്മൾ ഈ പാത്രം ഇങ്ങനെ അമർത്തി കൊടുക്കാൻ പാടില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് ഇടണം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് കിട്ടും. പിന്നെ സാധാരണ കുക്കർ നല്ലപോലെ ചൂടാകുമ്പോൾ ഈ പാത്രം അതിൻ്റെ മീതെ വെച്ചിട്ട് പുട്ട് വേവിച്ചെടുക്കാം. കറി ഞാൻ കടലക്കറിയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. പുട്ടും കടലയും നല്ല ടേസ്റ്റാണ്. ഈ ഗോതമ്പ് പൊടി കൊണ്ട് പുട്ടുണ്ടാക്കുമ്പോൾ ഈ വേറെ കറി വേണമെന്നൊന്നുമില്ല, ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പഞ്ചസാര കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പപ്പടം കൂടി കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും. കടലക്കറി, ഫിഷ് കറി, ചിക്കൻ കറി എന്ത് വേണമെങ്കിലും കൂടെ കഴിക്കാം. ഇവിടെ ഇന്ന് കടലയും ഉണ്ട്, പഴമുണ്ട്. ഇഷ്ടമുള്ളവർക്ക് അത് വെച്ച് കഴിക്കാം. ഇങ്ങനെയൊക്കെ നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ പുട്ട്? ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.